ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സന്ധ്യയായി, 7 മണി അടുക്കാറായി. ഞാൻ വിചാരിച്ചു ഇന്ന് വൈകിട്ട് ഡിന്നറിന് ഇടിയപ്പമാണ്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെ വേറെ കറിയായിട്ട് എനിക്കെന്തോ കഴിക്കാനൊന്നും തോന്നുന്നില്ല. സോ ഞാനൊരു സംഭവം ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തു. ഇടിയപ്പം കൊണ്ട് ഒരു സംഭവം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയത്തില്ല. ഫ്ലോപ്പ് ആയാലും സംഭവം സക്സസ് ആണെങ്കിലും ഐ വിൽ ഷൂട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ആൾക്കാരുടെ ഒച്ചയൊക്കെ വരുന്നുണ്ട്, ഇഗ്നോർ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? എനിക്ക് ആലോചിച്ചിട്ട് ടെൻഷനാവുന്നു. ഫ്ലോപ്പ് ആയാലും നല്ലതാണെങ്കിലും ഞാൻ കാണിച്ചു തരും, ഉണ്ടാക്കുന്ന വിധവും കാണിച്ചു തരും. പക്ഷെ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നന്നായെങ്കിലോ? അങ്ങനെ കുളിച്ച് റെഡിയായി. അപ്പം നേരെ അടുക്കളയിലോട്ട് കയറുക. മിക്കവാറും വൈകിട്ടത്തെ ഫുഡ് ഗോവിൻ്റെ ആവാൻ ചാൻസ് ഉണ്ട്. വെറും ഒരു പരീക്ഷണമാണ്, എന്താവും എനിക്കറിയില്ല. ഇപ്പോഴും നല്ല ടെൻഷനുണ്ട്. അതായത് എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്, അതായത് ഒരുപാട് കഷ്ടപ്പെടാതെ ഇടിയപ്പം ഈ സ്ഥിരം കറി കൂട്ടി കഴിച്ച് മടുപ്പ് കാരണം എന്തെങ്കിലും ഒരു വെറൈറ്റി പിടിക്കാം, അതാണ് ഉദ്ദേശം. സോ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് എണ്ണയൊക്കെ ചൂടാക്കി കടുക് പൊട്ടിച്ച്, അതായത് കടുകെണ്ണ വെച്ചിട്ട്, നോർമൽ വെളിച്ചെണ്ണയില്ല, കടുകെണ്ണ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഞാൻ എന്തെങ്കിലും ഒരു കുക്ക് ചെയ്യുന്നത്. അപ്പോൾ കടുകെണ്ണ ഒഴിച്ച് ബാക്കി നോക്കാം. ആ സമയത്ത് പുതിയതായിട്ട് എന്തെങ്കിലും മനോധർമ്മം വന്നാലോ, ഇപ്പോൾ പ്ലാൻ മാറി വേറെ എന്തെങ്കിലും മനോധർമ്മമായിട്ട് കയറി വന്നാലോ. അപ്പം വരും, നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം. മമ്മി ഇടിയപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഇടിയപ്പം മാറ്റാം. ഇത് വേണോ ഇതെടുക്കാം. 2 ഇടിയപ്പം എടുത്തു. ലെറ്റ്സ് സീ. ഒരുപാട് എടുക്കണ്ട, ചിലപ്പോൾ പണി പറയാലോ. ഇതൊരു പരീക്ഷണമാണല്ലോ. ഇതാണ് നമ്മുടെ കടുകെണ്ണയുടെ പരിപാടി ആദ്യമായിട്ടാണ്. ലെറ്റ്സ് സീ. എണ്ണ ഒഴിച്ചു, ചൂടാകുമ്പോൾ കടുകിടാം. ഓക്കെ, നല്ല കടുകിൻ്റെ മണം. ഇതിനെ പൊടിക്കട്ടോ, പൊടിച്ചിട്ട് ഇനി കാണിക്കാം. എണ്ണ ചൂടായി കടുക് പൊട്ടി വന്നപ്പോൾ ഞാൻ നമ്മുടെ ഇടിയപ്പം പൊടിച്ചത് ഇട്ട് കൊടുത്തു. അത് ഒന്നൊന്നിനോട് വേർപെട്ട് വരാൻ വേണ്ടി ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നില്ലാന്നുണ്ടെങ്കിൽ സംഭവം കുറച്ച് കട്ടിയായിട്ട് ഡ്രൈ ആയി പോകും. പിന്നെ ഞാൻ കുറച്ചും കൂടെ കടുകെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. അത് ഞാൻ വീഡിയോ വിട്ടുപോയി, എഡിറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ്. കണ്ടോ, നല്ല രസമുണ്ടല്ലോ, കളറ് സൂപ്പറല്ലേ? ഞാൻ വിചാരിച്ച പോലെ സംഭവം ഒത്തു വന്നിട്ടുണ്ട്. ഇനി ടേസ്റ്റും കൂടെ നോക്കണം. നല്ല മണമാണ്, നല്ല അടിപൊളി കളറൊക്കെ വന്നിട്ടുണ്ട്. അത് ആ മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തതിൻ്റെയാണ്. പൊടി ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച സംഭവം കയ്യിൽ നിന്ന് പോയിന്ന്, പക്ഷെ പപ്പായ്ക്കും മമ്മിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ എന്ത് ചെയ്തു, സൈഡിൽ കുറച്ച് ചമ്മന്തി പൊടി ഇരിപ്പുണ്ടായിരുന്നു. അത് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ആഡ് ചെയ്തപ്പോൾ ടേസ്റ്റ് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്ത്. സോ ഐ എം സോ ഹാപ്പി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 50-50 പരിപാടിയായിരുന്നു. ചിലപ്പം ഓക്കെ ആവും, ചിലപ്പം ഫ്ലോപ്പാവും എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു ധാരണ. പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു. ഫ്ലോപ്പായില്ല, ഭാഗ്യം, രക്ഷപ്പെട്ട്. ഫ്ലോപ്പായിരുന്നെങ്കിൽ അത്ര കടുകെണ്ണയൊക്കെ വേസ്റ്റായിപ്പോയേനെ. എന്തായാലും ഇത് കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയ റെസിപ്പീനെ പുകഴ്ത്തി പറയാണ്. അടിപൊളിയായിരുന്നു. എന്തായാലും അങ്ങനെ ഇടിയപ്പം കൊണ്ടുള്ള എൻ്റെ പരീക്ഷണ റെസിപ്പി വൻ വിജയമായിരിക്കുകയാണ്. സംഭവം കുറച്ചേ ഉള്ളൂ, എന്നാലും നല്ല ടേസ്റ്റായിരുന്നു. പരീക്ഷണമായത് കാരണം ഞാൻ 2 ഇടിയപ്പമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് ഇഡലി വെച്ച് ഇങ്ങനെ ആക്കാമെന്ന് തോന്നുന്നു. ഒരു ദിവസം ഉണ്ടാക്കി നോക്കണം. ഇടിയപ്പം പോലെ
ഇടിയപ്പം 2 എണ്ണം എടുത്തുള്ളൂ. അതിങ്ങനെ പൊടിച്ചിട്ട് കടുകെണ്ണ ഒഴിച്ചു. കടുകെണ്ണ ഒഴിക്കാം, വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, നെയ്യ് യൂസ് ചെയ്യാം. ഞാൻ കടുകെണ്ണ വെച്ചാണ് ട്രൈ ചെയ്ത് നോക്കിയേ. കടുകെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, നമ്മുടെ ഇടിയപ്പം പൊടിച്ചത് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് കുറച്ച് ഇളക്കി കൊടുത്തു. ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, ഇടിയപ്പം വടി പോലെ ആകുന്ന പോലെ ആക്കിയില്ല. നോർമൽ ആ ഒരു കുഴവഴാന്ന് തന്നെ ഒരു ടൈപ്പായിരുന്നു. പക്ഷേ പപ്പായ്ക്കും മമ്മിക്കും ഇഷ്ടപ്പെട്ടു, ടേസ്റ്റ് ചെയ്തു, നല്ല അഭിപ്രായമായിരുന്നു. മോശമൊന്നും പറഞ്ഞില്ല. അങ്ങനെ മോശപ്പെടാൻ മാത്രം സംഭവങ്ങൾ അതൊന്നും ആഡ് ചെയ്യണ്ടായിരുന്നു. അതായിരുന്നു, സിമ്പിളായിരുന്നു. എന്നാലും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കടുകെണ്ണ കൊണ്ടുള്ള പ്രയോഗം ആദ്യമായിട്ടാണ്. സോ അത് കയ്യിൽ നിന്ന് പോകുമോ, കടുകെണ്ണയുടെ ടേസ്റ്റ് വരുമോ, കടുകെണ്ണയുടെ കൂട്ടത്തിൽ കടുകും കൂടെ ഇട്ട് പൊട്ടിക്കുമ്പം അതൊരു കടുക് കറിയായിട്ട് മാറുമോ എന്ന് വരെയൊക്കെയുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഒരു ഇതുണ്ടായിരുന്നു, കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എവറിത്തിങ് വാസ് പെർഫെക്റ്റ്ലി ഫൈൻ ആൻഡ് ഓൾ റൈറ്റ്. അപ്പോൾ അങ്ങനെ എൻ്റെ കുക്കിംഗ് വീഡിയോ ഇവിടെ ഞാൻ പര്യവസാനിപ്പിക്കുകയാണ്. അടുത്ത വ്ലോഗുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ടാറ്റാ.